പുതിയൊരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമാണ് ഈ എക്സ്പോസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. ഇതിനൊക്കെ ഒരു ഒതൻറ്റിസിറ്റി വേണം. നമ്മൾ ഒരാളെ വേറൊരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്ത് കണ്ടന്റും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാം, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കത് കൊണ്ട് പ്രശ്നമില്ലാതെ, നിങ്ങൾക്ക് നാണോമാനമില്ലാതെ ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ മറ്റൊരുവൻ്റെ ജീവിതത്തെ വെച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടന്റ് ആക്കരുത്. നിങ്ങളുടെ അടുത്തൂടെയാണ് പറഞ്ഞത്. ഓരോ ഇതിപ്പം നിങ്ങളെല്ലാവരും പറയുന്നു, ഒരു പെൺകുട്ടി ഒരു മൊബൈൽ ക്യാമറ എടുത്തു വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കി. ഓരോ ഓൺലൈൻ മാധ്യമങ്ങളും അനാവശ്യമായിട്ട് എത്രയോ പേരുടെ വീഡിയോസ് പകർത്തി നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് സമൂഹത്തെ കൊണ്ട് ആക്ഷേപിച്ച് കമൻറ്റ് ചെയ്യിച്ച് അതിലാരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് സ്വയം തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിക്ക് എതിരെ സംസാരിക്കപ്പെടും. ഞാൻ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്താണ് സംസാരിച്ചത്. വേടൻ്റെ വിഷയം എടുത്തു നോക്കൂ. വേടനെ ഞാൻ എതിർത്താണ് സംസാരിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ എതിർത്താണ് സംസാരിച്ചത്. ഇവിടൊക്കെ ആ പെൺകുട്ടികളെല്ലാവരും അയാൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അതിൽ ശരിതെറ്റുകളെ അന്വേഷിച്ച് കണ്ടെത്താൻ പോകുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല, പോലീസിൻ്റെയും കോടതിയുടെ ജോലിയാണ്. അതേസമയം മറ്റൊരു വിഷയം, ഇപ്പോൾ ദിലീപ് ഏട്ടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ദിലീപ് ഏട്ടനും തള്ളിപ്പറഞ്ഞാൽ, പക്ഷേ ഒരു ക്രിമിനലിൻ്റെ വാക്കാണ് അവിടെ വന്നത് എന്നുള്ളത് കൊണ്ട് അത് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പൾസർ സുനിയും ഇയാളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ആ സന്തോഷം നമ്മളവിടെ പങ്കുവച്ചു. അപ്പം നമ്മൾക്കെതിരെ ഒരു വിഭാഗം ആൾക്കാർ തിരിയുകയാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം. പല വിഷയങ്ങളിലും ഞാൻ ഏഷ്യാനെറ്റ് പോലൊരു ചാനലിൽ ബിഗ് ബോസ് വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ ഷോയിലെ പെൺകുട്ടികൾക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ സമൂഹത്തിൽ